ലോകത്തെ ചരക്ക് നീക്കത്തിൽ നിർണായകമാണ് ബാബ് അൽ മന്ദബ് കടലിടുക്കും. യൂറോപ്പിലേക്ക് ഏഷ്യയിൽ നിന്നുള്ള ചരക്ക് നീക്കത്തിന്റെ ആദ്യ കവാടമാണ് യമനിനും ജിബൂട്ടിക്കും ഇടയിലുള്ള ഈ കടലിടുക്ക്. അമേരിക്ക ആക്രമണം തുടർന്ന ബാബ് അൽ മന്ദബ് ഉപരോധിക്കുമെന്നാണ് ഇറാൻ അനുകൂലികളായ ഹൂതികളുടെ ഭീഷണി. ബാബ് അൽ മന്ദബ് ലോക വ്യാപാരക്രമത്തിൽ എങ്ങനെ സുപ്രധാന റോൾ വഹിക്കുന്നു എന്നതാണ് നമുക്കിനി പരിശോധിക്കേണ്ടത്. ഫൈസൽ ഹംസ ചേരുകയാണ്. ഫൈസൽ, ഹോർമൂസിന് പിന്നാലെ ഇതാ ചെങ്കടലിലും പോർമുഖം തുറക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിനീത, ഹോർമൂസ് കടലിടുക്കിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ എങ്ങനെയാണ് നമ്മുടെയൊക്കെ വീടുകളിലെ നമ്മുടെയൊക്കെ അടുക്കളയെ വരെ അത് ബാധിച്ചത് എന്ന് നമ്മളെല്ലാം കണ്ടതാണ്. ഈ ഹോർമൂസ് കടലിടുക്ക്, ഇറാനും ഒമാനും ഇടയിലുള്ള ഈ കടലിടുക്ക് എത്രത്തോളം ലോകത്തെ നമുക്കറിയാം ഇന്ധന മേഖലയിൽ ബാധിക്കുന്നു എന്ന് നമുക്കറിയാം. ഈ മേഖലയിൽ നിന്ന് കുവൈത്തിൽ നിന്നാണെങ്കിലും ബഹ്റൈനിൽ നിന്നാണെങ്കിലും ഖത്തറിൽ നിന്നുമാണെങ്കിലും എല്ലാമുള്ള ഈ LNG ആണെങ്കിലും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ആണെങ്കിലും ഇതെല്ലാം എത്തുന്നത് ഹോർമൂസ് കടലിടുക്ക് കടന്നാണ് എന്നുള്ളതാണ്. ഈ ഹോർമൂസ് കടലിടുക്ക് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. അവർക്കത് നിയന്ത്രിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ആകെ 34 കിലോമീറ്ററാണ് ഏറ്റവും ചുരുങ്ങിയ ദൂരം എന്നുള്ളത്. 34 കിലോമീറ്ററാണ്. പക്ഷെ അപ്പോൾ നമുക്ക് തോന്നും ഒരു 34 കിലോമീറ്റർ ഇല്ലേ എന്നുള്ളത്. പക്ഷെ അന്താരാഷ്ട്ര കപ്പൽ ചാൽ എന്ന് പറയുന്നത് വെറും 6 കിലോമീറ്റർ അകലം മാത്രമേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി നിയന്ത്രിക്കാൻ അവർ സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഏതാണ്ട് 100 ലക്ഷം കോടി ഇന്ത്യൻ രൂപയായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള വ്യാപാരം, ലോകത്തിന്റെ മൊത്തം വ്യാപാരം എന്നുള്ളതാണ് ഈ ഹോർമൂസ് കടലിടുക്ക് വഴി മാത്രം. അതിൻ്റെ ഏതാണ്ട് 90% ഇല്ലാതായി എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിർണായകമായ ഒരു കടലിടുക്കാണ് ബാബുൽ മന്ദബ് എന്ന് പറയുന്ന ജിബൂത്തിക്കും, ആഫ്രിക്കയിലെ ജിബൂത്തിക്കും യമനും ഇടയിലുള്ള ഈ കടലിടുക്ക് എന്നുള്ളതാണ്. ഇവിടെ അകലം എന്ന് പറയുന്നത് ഏതാണ്ട് 29 കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു കടലിടുക്കിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ ദൂരം എന്നുള്ളതാണ്. ഈ ബാബുൽ മന്ദബിനെ യഥാർത്ഥത്തിൽ ലോകത്ത് വിശേഷിപ്പിക്കുന്നത് അത് ഒരു ദുഃഖത്തിൻ്റെ കവാടം എന്നുള്ള രീതിയിൽ കൂടി അതിനെ വിശേഷിപ്പിക്കാറുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ കവാടത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഇന്ധന നീക്കം മാത്രമാണ് എങ്കിൽ ആഗോള ചരക്ക് നീക്കത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവാടം എന്ന് ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. ഇവിടെ നമുക്ക് ഒരു പക്ഷേ ഇന്ധനത്തിൻ്റെ മാത്രം പ്രശ്നമാണുള്ളത് എന്നുണ്ടെങ്കിൽ ലോകത്തെ കണ്ടെയ്നർ നീക്കത്തിൻ്റെ സുപ്രധാനമായ എല്ലാ നീക്കങ്ങളും കടന്നു വരുന്നത് ഇവിടെ വഴിയാണ്. ഏതാണ്ട് 80 ലക്ഷം കോടി രൂപയുടെ വ്യാപാരമാണ് പ്രതിവർഷം ഈ കടലിടുക്കിലൂടെ ചരക്കുകളാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ്. അതിന് കൂടെ നിയന്ത്രണം വന്നാൽ എന്തായിരിക്കും ലോകത്തിൻ്റെ അവസ്ഥ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഈ ഹോർമൂസ് കടലിടുക്ക് വഴി വരുന്ന ഇന്ധന ടാങ്കറുകൾ ഇത് യൂറോപ്പിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് ഈ ബാബുൽ മന്ദബ് എന്നുള്ളതാണ്. ബാബുൽ മന്ദബിലൂടെ കടന്നുപോയി റെഡ് സീയിൽ നിന്നും അത് നമ്മൾ സൂയസ് കനാലിലൂടെ യൂറോപ്പിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ യൂറോപ്പിൽ നിന്നുള്ള ചരക്കുകൾ, യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് അടക്കമുള്ള ചരക്കുകൾ അത് സൂയസ് കനാൽ വഴി വരുന്നു. ബാബുൽ മന്ദബ് വഴി കടന്നുകൊണ്ട് ഇന്ത്യയിലേക്കും അനായാസം എത്തിക്കാൻ സാധിക്കും. ഈ ബാബുൽ മന്ദബ് അടച്ചാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നമുക്കറിയാം ഇന്ത്യയിൽ നിന്ന് ഇത് ആഫ്രിക്ക ചുറ്റിക്കൊണ്ട് നമുക്കറിയാം ഗുഡ് ഹോപ്പ് മുനമ്പും കടന്ന് എത്രയോ 12 ദിവസം അധികമായി യാത്ര ചെയ്താണ് യൂറോപ്പിലേക്കും അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്നുമുള്ള ചരക്കുകൾ ഇന്ത്യയിലേക്കാണെങ്കിലും ഏഷ്യയിലേക്കാണെങ്കിലും എത്തിക്കാൻ സാധിക്കുക. ഇത്രയും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നടപടിയിലേക്കാണ് യമനിലെ വിമതരെന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇറാൻ അനുകൂലികളായ ഹൂത്തികൾ മുതിരുന്നത് എന്നുള്ളതാണ്. ഈ മേഖല മുഴുവൻ നമുക്കറിയാം. കഴിഞ്ഞ ദിവസമാണ് സനായിലെ ഹൂത്തികളുടെ ഒരു വിമാനം അവിടെ ഇറങ്ങാനുള്ള ശ്രമത്തിനിടെ സനാ വിമാനത്താവളത്തെ ആക്രമിക്കുകയും അതില്ലാതാക്കുകയും ചെയ്തത്. അതിനുള്ള ഒരു പ്രധാന കാരണം അവിടെ ഹൂത്തികൾ കൂടുതൽ നിയന്ത്രണത്തിലേക്ക് വന്നാൽ ഇറാന്റെ ആയുധമടക്കം അവിടേക്ക് എത്തിക്കുമോ എന്നുള്ള ആശങ്ക ലോകരാജ്യങ്ങൾക്കുണ്ട്. അതുകൂടി തടയുക എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും ചെറിയ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ കയ്യിലുണ്ടെങ്കിൽ പോലും ബാബുൽ മന്ദബ് പിടിച്ചെടുക്കാനും അവിടുത്തെ ഈ ചരക്ക് നീക്കം ഒഴിവാക്കാനും അത് തടയാനും സാധിക്കും എന്നുള്ളതാണ് വളരെ ആശങ്കയുണ്ടാക്കുന്ന കാര്യം. 2 കടലിടുക്ക് വഴി ഏതാണ്ട് 180 ലക്ഷം കോടിയുടെ വ്യാപാരമാണ് പ്രതിവർഷം നടക്കുന്നത്. വിനീത, അതാണ് യുദ്ധം കനക്കുകയാണെങ്കിൽ അത് ചരക്ക് നീക്കത്തെ ആകെ ബാധിക്കുകയും ചെയ്യും. സംഘർഷം മൂർച്ഛിച്ചതോടെ ഇപ്പോൾ എണ്ണ വില കുതിക്കുന്നതാണ് നമ്മൾ കാണുന്നത്.